ചേട്ടൻ പറഞ്ഞല്ലോ ഒരുപാട് സ്ഥലത്ത് തല കുനിച്ച് നിൽക്കേണ്ട വന്നിട്ടുണ്ടെന്ന്. ലൈക്ക് അത്തരത്തിലൊരു സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ചേട്ടനെ സങ്കടപ്പെടുത്തിയിട്ടുള്ളൊരു അനുഭവം എന്താണ്? അത് ഓർമ്മയിൽ വരാനായിട്ടുള്ളതല്ല. ചില കാര്യങ്ങൾ നമ്മൾ മറക്കാൻ ആഗ്രഹിച്ചാൽ അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും, അത്രയും സങ്കടപ്പെടുത്തിയിട്ടുള്ള കാര്യമാണെങ്കിൽ. സങ്കടപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമയിൽ വന്നതിന് ശേഷം എന്നുള്ളതല്ല, മൊത്തത്തിൽ ജീവിതത്തിൽ നമ്മൾ ചെയ്യാത്ത കാര്യം പറയുക. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നാലും നമ്മൾ അതിനെ വളച്ചൊടിക്കുക, മോശക്കാരനാക്കുക, അങ്ങനെയൊക്കെയുള്ള ചില ആൾക്കാർക്ക്, ചില വ്യക്തികൾക്ക് നമ്മൾ അറിഞ്ഞുപോലും കൂടായിരിക്കാം. അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇവനെ നശിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ ആയിക്കോട്ടെ. പക്ഷെ ഒരു ബന്ധവും കാണില്ല. ഇവൻ്റെ ജീവിതം എന്താണെന്നോ ഇവൻ വന്ന വഴികൾ എന്താണെന്നോ ഇവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ ഒന്നും അറിയില്ല. അറിഞ്ഞുകൂടാത്ത ഒരാൾ ഒരു കാര്യം കൂടാതെ എവിടെയെങ്കിലും ഇരുന്നിട്ട് അവൻ്റെ ഒരു താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവൻ്റെ ഒരു മനസ്സുഖത്തിന് വേണ്ടിയിട്ട് ഒരാളെക്കുറിച്ച് മോശം പറയുക എന്ന് പറയുന്നൊരു സമ്പ്രദായത്തിനോട് അവിടെ മാത്രമാണ് അതിന് മാത്രമാണ് എനിക്ക് താല്പര്യമില്ലാത്തൊരു ഏരിയ. പിന്നെ തലകുനിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുന്നത് അതിപ്പോഴൊന്നും അല്ല, സിനിമയിലെത്തി നിൽക്കുന്ന സമയത്തൊന്നുമല്ല. അതിന് മുമ്പൊക്കെ പല സഭകളിലും നമ്മൾ ഇപ്പോൾ ഒരു കല്യാണം കുടുംബത്തോടു കൂടി ഒരു കല്യാണത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള പരിപാടിക്ക് പോകുമ്പോഴോ നമുക്ക് ജോലിയൊന്നുമില്ലല്ലോ, ഒരു വരുമാനമില്ലല്ലോ. ഇത് തന്നെയാണല്ലോ. അപ്പം ഇതുകൊണ്ട് എങ്ങനെ ജീവിക്കും, ഇങ്ങനെ നടന്നാൽ മതിയോ എന്നൊക്കെ ഉള്ളൊരു ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. പക്ഷെ അവർക്കെല്ലാവരും ഉത്തരങ്ങൾ ഇപ്പം നൽകാൻ പറ്റുന്നുണ്ടല്ലോ എനിക്ക്. അത് വലിയ കാര്യമല്ലേ. ഓക്കെ, ഇപ്പം തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ലൈക്ക് ഇപ്പം ബിഗ് ബോസിൽ ഇപ്പൊ ഇൻ കേസ് ചേട്ടൻ പോവുകയാണെങ്കിൽ തന്നെ ശരിക്കും നമ്മൾ അവിടെ ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങൾ ഒന്നും ചിലപ്പം പുറത്തേക്ക് അത് അവർ എങ്ങനെ നമ്മൾ പോർട്രേ ചെയ്യണേന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അതാണ്. അത് മനസ്സിലാക്കി വേണം എൻ്റെ അകത്ത് പോകാൻ. എന്തു കാര്യങ്ങളും നമുക്ക് ചിലപ്പം നേരിടേണ്ടി വരും. അതുകൊണ്ട് അതിനെക്കുറിച്ചല്ല, അത് മനസ്സിലാക്കി നിൽക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വറീഡായിട്ട് അത് അങ്ങനെ വരും എന്ന ബോധം ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ആ അറിവോട് കൂടിയല്ലേ ഷോയ്ക്കകത്തേക്ക് പോകണം. അപ്പൊ പിന്നെ അതിനെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അന്ന് എൻ്റെ വഴിക്ക് വിട്ടേക്കാം, അത്രേ ഉള്ളൂ. ചേട്ടൻ ലൈഫിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണോ? പെട്ടെന്ന് അങ്ങനെ വിഷമമൊന്നും വരില്ല. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ ഉണ്ടാവാറില്ല. ഭയങ്കരമായിട്ട് അങ്ങനെ സങ്കടമോ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. എല്ലാം നമുക്ക് ഏറ്റവും സങ്കടം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാ ചേട്ടൻ അത് ഹാൻഡിൽ ചെയ്യുന്നത്? സങ്കടം കരയേണ്ടി വന്നാൽ കരഞ്ഞല്ലേ പറ്റുള്ളൂ. എന്നാലും അതാണ് ആ അപ്പോഴത്തെ അവസ്ഥ എന്താണോ അതനുസരിച്ചായിരിക്കും നമ്മൾ ആ വിഷയത്തിനെ ഹാൻഡിൽ ചെയ്യുന്നത്. കരച്ചിൽ വന്നാൽ നമ്മൾ കരയും, ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കും, ദേഷ്യം വന്നാൽ ദേഷ്യം പെടും. അത് നോർമൽ ഒരു മനുഷ്യന്റെ രീതി അങ്ങനെയാണല്ലോ. പക്ഷെ എന്നാലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും അങ്ങനെ കരയാറുമില്ല, പ്രതികരിക്കാറുമില്ല. സങ്കടം വന്നത് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത് ആരോടാ? ഞാൻ എൻ്റെ വൈഫിനോടാണ് കൂടുതലും ഷെയർ ചെയ്യാറ്. ചേട്ടൻ അങ്ങനെ അധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളല്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ തന്നെ ലൈക്ക് അവിടെ ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ആയിരിക്കും. ലൈക്ക് ടാർഗറ്റിംഗ് ഉണ്ടാവും, ഗ്രൂപ്പിസം ഉണ്ടാവും. അപ്പം അവിടെ നമുക്ക് ചിലപ്പം നമ്മുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാൻ പോലും നമുക്ക് ഒരാളെ കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, എല്ലാവർക്കും സ്നേഹം ഉണ്ടാവട്ടെ. അല്ല എന്നാലും നമ്മളാണെങ്കിൽ എല്ലാ വർഷവും ചിന്തിക്കണമല്ലോ. ഇപ്പം 100 ദിവസം ഞാൻ ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇവിടം വരെ എത്തി നിൽക്കുന്നത് ഒറ്റയ്ക്കല്ലേ, എൻ്റെ കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ ആദ്യ സിനിമ അങ്കമാലി ഡയറീസ് വളരെ ഉദാഹരണമല്ലേ. ബാക്കി എല്ലാ ആൾക്കാരും അങ്കമാലിക്കാരാണ്, ഞാൻ മാത്രമാണ് തിരുവനന്തപുരംകാരൻ ഇല്ലേ. എന്നിട്ട് ഞാൻ ഇവിടം വരെ എത്തി നിൽക്കുന്നില്ലേ. ഞാൻ ഒറ്റയ്ക്ക് വന്ന ആളല്ലേ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല, വലിയ വിഷമങ്ങളും വരില്ല. ചിലപ്പോൾ അവർ എനിക്കൊപ്പം ഒരുക്കി നിൽക്കാൻ പോണം എല്ലാവരും. അങ്ങനെ ചിന്തിക്കാം, എല്ലാവർക്കും ഒപ്പം നമ്മൾ വേണം. ഒറ്റപ്പെടൂല ഞാൻ ഒരിക്കലും. അഥവാ എന്നെ ഒറ്റപ്പെടുത്തിയാൽ അവർക്ക് നല്ലൊരു സുഹൃത്തിനെ നഷ്ടപ്പെടുന്നു, അവർക്ക് എന്നെ പോലത്തെ നല്ലൊരു കണ്ടസ്റ്റന്റുമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റി കാണത്തില്ല എന്നുള്ള മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഞാൻ പോവാം അങ്ങോട്ട് സന്തോഷത്തോടെ. പിന്നെ എനിക്ക് വേണം, അവരൊക്കെ എല്ലാവരും വേണം എനിക്ക്. എന്നാലും ഉണ്ട് നമുക്ക് മുമ്പിലോട്ട് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും വെറുപ്പിക്കാതെ നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പം എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞു എന്ന് വെച്ച് എനിക്ക് വിഷമം വരാതിരിക്കാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒറ്റയ്ക്ക് വന്ന് നിർത്തുന്ന നിലയ്ക്ക് എനിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് കരുതി എന്നാലും എല്ലാവർക്കും ഇവർക്ക് ആർക്കും എന്നെ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം എന്ന ചിന്തയിൽ നിൽക്കാൻ പാടില്ല. ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവരെയും കൂടെ നമുക്കൊപ്പം കൊണ്ടുവന്ന് നമ്മൾ ഒരുമിച്ചുള്ളൊരു ജേണി ആയിരിക്കണം, അതായിരിക്കണം ആഗ്രഹിക്കേണ്ടത്. ലൈക്ക് ഇപ്പൊ അവിടെ പോവുകയാണെങ്കിൽ തന്നെ ചേട്ടൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്തായിരിക്കും? ഏറ്റവും വലിയ ടാസ്ക് എന്താണ്, ഇവരെ പഠിക്കുക എന്നുള്ളതാണ്. ഈ ബാക്കി കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ വരുന്ന ഓരോരുത്തരുടെ ഭയങ്കര ഹോപ്പിലാണ് വരുന്നത് അവരവരുടെ കരിയറുകളിൽ, ശരിയല്ലേ. ഇപ്പം ഞാനാണെങ്കിലും ഇപ്പം ഞാൻ കുറച്ച് നാളായി സിനിമയിലുണ്ട്, കുറച്ച് സിനിമകൾ ചെയ്തു.
ഇനിയും എനിക്ക് ഒരുപാട് ഉയർച്ചകളിലേക്ക് എനിക്ക് പോകണം, ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് നേടണം, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇനിയും ചെയ്യാൻ ഒത്തിരി ഉണ്ട്. അതാണ് എൻ്റെ ഒരു മനസ്സിൽ. എൻ്റെ മക്കൾ, എൻ്റെ വൈഫിനെ എൻ്റെ കുടുംബം എനിക്ക് പച്ച പിടിപ്പിക്കണം, എൻ്റെ കുടുംബത്തിന് ഒരു മാന്യമായൊരു അടിത്തറ ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഹോപ്പ് വെച്ച് പോവും. എല്ലാവരും അവരെല്ലാവരും അവരവരുടേതായ ഹോപ്പുകളും കൊണ്ടാണ് വരുന്നത്. അപ്പം ഇവരെല്ലാവരെയും നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഇവരുടെ ഇമോഷൻസ് എന്താണ്, ഇവരുടെ അനുഭവങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഇവരെങ്ങനെയാണെന്നുള്ളത് ഒരു പഠനം നടത്തുക, പഠിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അത് വലിയ ടാസ്ക് തന്നെയാണ്. ഒരിക്കലും ഒരു ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളെക്കുറിച്ച് ഇത്ര സമയം നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരത്തിൽ നിന്ന് എന്നെ മനസ്സിലാക്കണമെന്നില്ല, ഞാൻ എന്താണെന്ന് മനസ്സിലാക്കണമെന്നില്ല. അപ്പം കുറച്ച് ഡീപ്പായിട്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ മനസ്സിലാക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത്രയും വലിയൊരു ഷോയാണ്, ഇത്രയും ലോകം മുഴുവൻ മലയാളികൾ കാണുന്നൊരു വലിയൊരു ഷോയാണ്. ആ ഷോ എന്താണെന്ന് എൻ്റെ അകത്ത് ചെല്ലുമ്പം അറിഞ്ഞിരിക്കണം. ആ ഷോയ്ക്കകത്തുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ആ ഷോയുടെ സ്വഭാവ രീതി, ആ ഷോയുടെ ഒരു സ്റ്റൈൽ, അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അതൊക്കെ ആയിരിക്കും ഏറ്റവും വലിയ ടാസ്കുകൾ. ഓരോ ദിവസവും അതൊക്കെ സ്മൂത്തായിട്ട് പോകും. ഇവരെല്ലാവരെയും വ്യക്തമായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് എല്ലാവരുമായിട്ട് നമുക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. സിനിമയിൽ നിന്ന് അങ്ങനെ അധികം ആരും ബിഗ് ബോസിലേക്ക് നമ്മൾ കാണുന്നില്ല. ഓക്കെ, അപ്പം എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, പിന്നെ ഇപ്പൊ ചേട്ടൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസിലേക്ക് ചേട്ടൻ പോകുന്നതിന്റെ ആവശ്യകത എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടാവും. ആവശ്യകത എന്ന് പറയുന്നത്, എനിക്ക് ഈ ഷോ വളരെ ഇഷ്ടമുള്ളൊരു ഷോയാണ്. രണ്ട്, ഇപ്പം ജനങ്ങൾക്കിടയിലേക്ക് വളരെ ഈസി ആയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് മാറാൻ പറ്റിയേക്കാം ചിലപ്പോൾ. അതാണല്ലോ നമ്മൾ സിനിമയിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷെ അത് തന്നെയായിരിക്കും. എന്നെ അറിയാത്ത ഒത്തിരി പേരുണ്ട് ഇപ്പോഴും, എൻ്റെ സിനിമകൾ കാണാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ അവരിലേക്കൊക്കെ എനിക്ക് അവരുടെ ഇടയിലുള്ള ഒരാളായിട്ട് എനിക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും. കാരണം ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കുടുംബ പ്രേക്ഷകർ, അമ്മമാരും ചേച്ചിമാരും അമ്മൂമ്മമാർക്കൊക്കെ ഒരു പക്ഷെ എന്നെ ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പുണ്ട്, ഇഷ്ടപ്പെടും എന്നെ. അപ്പോൾ ആ ഇഷ്ടം പിടിച്ചു പറ്റാൻ പറ്റും എനിക്ക്. ആ ഇഷ്ടം പിടിച്ചു പറ്റുകയും ആ ഇഷ്ടം പുറത്തിറങ്ങുമ്പോൾ എൻ്റെ സിനിമകളിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റും. നാളെ എൻ്റെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ എൻ്റെ അഭിനയം കാണാനായിട്ട് അല്ലെങ്കിൽ സിനിമ കാണാനായിട്ട് ഇവരെല്ലാവരെയും എനിക്ക് ചില ഒരു പക്ഷേ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തിയേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു പോസിറ്റീവ് അല്ലേ. എൻ്റെ സിനിമ വിജയിക്കാനും അല്ലെങ്കിൽ ഞാനെന്ന കലാകാരൻ വളരാനും അത് വലിയൊരു ഭാഗമായേക്കാം. അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കും, അതൊക്കെ കൊണ്ട് തന്നെയാണ്. പിന്നെ അഭിപ്രായങ്ങൾ പറയാം. ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് നിലപാടുകൾ വ്യക്തമാക്കാം. നമുക്ക് നമ്മളെ നിലപാടുകൾക്ക് വളരെ ക്ലീൻ ആയിട്ട് പറയാം. പിന്നെ ഇതൊരു എക്സ്പീരിയൻസ്ഡ് അല്ലേ, ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു തിയേറ്റർ വർക്ക്ഷോപ്പിന് പോകുന്ന പോലെ തന്നെ ആയിരിക്കാം. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിങ് അല്ലേ. പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാർ, അവരുമായിട്ടൊരു 100 ദിവസം ചിലവഴിക്കുന്നു. അവിടെ വഴക്കുകൾ ഉണ്ടാവാം, ഇണക്കങ്ങൾ ഉണ്ടാവാം, പിണക്കങ്ങൾ ഉണ്ടാവാം, നല്ല ബോണ്ടിങ് ആയിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവാം. ഭയങ്കര ശത്രുക്കളായാൽ പോലും, ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ആയാൽ പോലും പിന്നീട് അതൊരു സ്നേഹമായിട്ട് മാറിയേക്കാം. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് പേർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യമായിരിക്കാം ചിലപ്പോൾ അത്. 100 ദിവസം മൊബൈൽ ഒന്നും ഇല്ലാതൊരു സ്പേസിൽ. സോ അത് വളരെ ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും, ഭയങ്കര വലിയ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അത് സന്തോഷത്തോടു കൂടി ചെയ്യാൻ എനിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അങ്ങനെ സംഭവിക്കട്ടെ.